കൊക്കോക്കോളയ്ക്ക് വേണ്ടി വെള്ളമെടുത്ത് ആ പ്രദേശം മുഴുവൻ നശിച്ചു എന്ന് ശ്രീ അരുൺകുമാറിനും എന്നെപ്പോലെ നന്നായിട്ട് അറിയാലോ. DYFI അവിടെ സമരം നടത്തിയതാണ്. MP രാജേഷ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വേദിയിലിരുന്ന് ഒരുപാട് സമരം നടത്തിയതാണ് കൊക്കോക്കോള പൂട്ടണം എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിന് വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം എൻ്റെ ഉണ്ട്. ഇവർ പറയുന്ന ഞാൻ മന്ത്രി പറഞ്ഞ ഒരു കാര്യം കേട്ടത്, ഇത് മഴവെള്ള ശേഖരണം നടത്തുന്ന 18 കോടി ലിറ്റർ കേരള വാട്ടർ അതോറിറ്റിക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? വാട്ടർ അതോറിറ്റി എവിടെ നിന്ന് വെള്ളം നൽകുന്നു പറയണം. അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, കൃഷിക്ക് വെള്ളം വേണം. കേരളത്തിന് പുറത്തുനിന്ന് വെള്ളം വാങ്ങി കൊടുക്കും, തമിഴ്നാട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കൊടുക്കും. അവിടെ ഏത് ഡാമിലാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്? അവിടെ പോയി നോക്കുക. അവിടെ ചെറുകിട ഡാമുകൾ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയണേ, ഒരു ഡാമിലും വെള്ളമില്ല. ചിറ്റൂർ പ്രദേശത്തെ കർഷകർ വെള്ളത്തിന് വേണ്ടി അവരുടെ മറ്റേ റൈറ്റ് കനാൽ അതിൻ്റെ സമരങ്ങൾ, കിഴക്ക് പറമ്പിക്കുളം മലയാർ കരാറിൽ വഴി കിട്ടേണ്ട വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതിനൊക്കെ സമരങ്ങൾ ഒക്കെ നടക്കുന്ന വലിയ പ്രദേശമാണ്. RBC കനാലുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നിട്ടുള്ള സ്ഥലമാണ്. 12,000 ആളുകൾ വോട്ട് ബഹിഷ്കരിച്ച ഒരു മണ്ഡലമാണ് ചിറ്റൂർ. അതിന് തൊട്ടടുത്താണ് ഈ അലപ്പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നം എവിടെ നിന്ന് വെള്ളം എടുക്കും? വാട്ടർ അതോറിറ്റി ആയിട്ട് കരാറുണ്ടാക്കിയിട്ട് കാര്യമില്ല. വാട്ടർ അതോറിറ്റി വെള്ളം ഉണ്ടാക്കുന്നില്ല. വാട്ടർ അതോറിറ്റി പ്രകൃതിയിൽ നിന്നുണ്ടാവുന്ന വെള്ളമാണ്. ഒന്നുകിൽ കുളത്തിൽ നിന്ന്, കിണറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഡാമിൽ നിന്ന്. എവിടുന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം എടുക്കുന്നത്? ആ വെള്ളം ഇത്രയും ഏതാണ്ട് 200 കോടി കൂടുതൽ ലിറ്റർ വെള്ളം വരുന്നതാണ് എൻ്റെ ഒരു പ്രാഥമിക കണക്ക്. 18 കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ വെള്ളം എവിടെ നിന്ന് എടുക്കും എന്ന് പറയാതെ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നവർ, വാട്ടർ അതോറിറ്റിക്ക് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് ഞാനും അരുൺകുമാറും താമസിക്കണേ. വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ എല്ലാവരും കൊടുക്കാൻ, എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളം പോലും ഇല്ല. ഇവിടെ എറണാകുളത്ത് പോലും ഇല്ല, വെള്ളം കൊടുക്കാനില്ല. പെരിയാറിൻ്റെ തീരത്തായിട്ട് പോലും, മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തായിട്ട് പോലും ആഴ്ചയിൽ 3 ദിവസം വെള്ളം വരുന്നുള്ളൂ പല സ്ഥലങ്ങളിലും. അപ്പോൾ വാട്ടർ അതോറിറ്റി എവിടെ നിന്ന് വെള്ളം കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കണമെങ്കിൽ ഡാമിൽ നിന്ന്, കുളത്തിൽ നിന്ന് ഭൂഗർഭജലം ഏതായാലും കൊടുക്കണം. ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ 600 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വെള്ളം കിട്ടാതായാൽ അവർ മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് പറയും. അപ്പോൾ ഈ ഗവൺമെൻറ് ആയിക്കൊള്ളുന്നതിൽ ഏത് ഗവൺമെൻറ് ആയാലും വെള്ളം എടുത്തോളാൻ പറയും. അതാണ് അതിലെ പ്രധാന പ്രശ്നമുള്ളത്. ഈ കമ്പനിയുടെ ഞാൻ മൻസൂർവാളിലെ, നേരത്തെ ഫിറോസ്പൂർ മൻസൂർവാളിലെ സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ള ആളാണ്. അവിടെ ഈ കമ്പനി അടച്ചുപൂട്ടി. ഇപ്പോൾ 6 മാസമായി. 6 മാസം കൊണ്ട് സമരം നടത്തി. അവിടെ അടച്ചുപൂട്ടി. അവിടുത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, ഒരു കമ്പനി നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പഞ്ചാബില് ഫിറോസ്പൂർ, അതെ ഫിറോസ്പൂർ മൻസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയ സമരം നടന്നു. പ്ലാച്ചിമട, കാരണം അവർ ഞങ്ങളെ വിളിച്ചത് പ്ലാച്ചിമട സമരത്തിന്റെ ആളുകൾ എന്നുള്ള നിലയ്ക്കാണ്. പ്ലാച്ചിമട പോലെ ഒരു സ്ഥലമാണ്. 4 കിലോമീറ്റർ ഇവരുടെ വേസ്റ്റ് വീണു. ഇപ്പൊ സീറോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, സീറോ ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞു. സീറോ ഡിസ്ചാർജ് എത്ര കമ്പനി പെരിയാറിന്റെ തീരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു കമ്പനി പോലും സീറോ ഡിസ്ചാർജ് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പെരിയാറിൽ. ഇപ്പോഴും പെരിയാറിൽ മാലിന്യം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സീറോ ഡിസ്ചാർജ് എന്നുള്ളതൊക്കെ കഥയാണ്. ആ കഥയൊന്നും എന്തായാലും ചെയ്യുന്ന വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് എന്ത് ചെയ്യും, എങ്ങനെ ശുദ്ധീകരിക്കും? ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വരുന്നവരുണ്ട്. വരട്ടെ, അതിൻ്റെ DPR വരട്ടെ, അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വരട്ടെ, അതിൻ്റെ വാട്ടർ അവൈലബിലിറ്റി വരട്ടെ.